നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിക്കാനെത്തിയ പ്രസിദ്ധ സൂര്യകവി ഡോക്ടർ ജയദേവൻ സാർ. സൂര്യനെക്കുറിച്ച് 4000-ലധികം കവിതകൾ രചിച്ച് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയിൽ നിന്ന് രാജമുദ്ര എന്നിവ ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും കവിയത്രിയും അഭിനേത്രിയും മോഡലിംഗും നർത്തകിയും ഗായികയുമായ ബഹുമാനിയായ ജസിന്ത മോറിസ് മാഡം, വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നൃത്തവിഭാഗം മേധാവിയും 35 വർഷമായി നൃത്തരംഗത്ത് സേവനം അനുഷ്ഠിക്കുകയും കേരള കലാമണ്ഡലം മോഹിനിയാട്ടം കോഴ്സിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ബഹുമാനിയായ ശ്രീമതി സുനിത ശശി മാഡം, കവിയും സാഹിത്യകാരനുമായ ശ്രീ ഷെല്ലി വൈഗ സർ, മികച്ച സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനായ ശ്രീ ബാബു മംഗലയ്ക്കൽ സാർ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ട വ്യക്തികളായ നിങ്ങളേവർക്കും ഭാരത് സേവക് സമാജിലെ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലകൊള്ളുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നത്തിൻ്റെ പര്യായമായി വളർന്നു വരികയും ചെയ്യുന്ന ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 73 വർഷങ്ങൾ പിന്നിടുവാൻ പോവുകയാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1952 പാർലമെന്റിന്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ സന്നദ്ധ സംഘടനയാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പിൽക്കാലത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിരുന്ന ശ്രീ ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനം ദേശവ്യാപകമായി ആരംഭിച്ചത്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണ ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിലെ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSന്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിലൂടെയാണെന്നുള്ളൊരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തി വരുന്നത്. അതോടൊപ്പം NSDCയുടെ കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തി വരുന്നു. ദേശീയ തലത്തിൽ നടത്തപ്പെടുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള അവാർഡ് ദാനമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ യൂണിയൻ ടെറിട്ടറിയിലുമായിട്ട് നടത്തപ്പെടുന്ന പ്രോഗ്രാമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രോഗ്രാമാണ് ഇന്നത്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയേക്കാണ് ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി കലാകാരന്മാരും കലാകാരികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. കലാകാരന്മാരും മാത്രമല്ല, സാഹിത്യകാരന്മാരുണ്ട്, കവികളുണ്ട്, കാർഷിക മേഖലയിൽ, മാധ്യമ മേഖലയിൽ, അതുപോലെ വാസ്തുശില്പികൾ, ആയോധന കലയിൽ പ്രാഗൽഭ്യം നേടിയവർ, കരകൗശല മേഖലയിൽ പ്രാഗൽഭ്യം നേടിയവർ, നിയമജ്ഞർ, ആരോഗ്യ മേഖലയിലുള്ളവർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയെല്ലാം സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരത് സേവക് സമാജിന്റെ ഭാരത് സേവക് പുരസ്കാരം. ഭാരത് സേവക് സമാജിന്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനമാണ്, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാനപ്പെട്ട BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ അവരുടെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ ക്ഷണിക്കുകയും ആദരപൂർവ്വം നിങ്ങളെ അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ അവരവരുടെ കഴുത്തുകളെ അണിയണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ വേറൊരു അപേക്ഷയും കൂടിയുണ്ട്. കാരണം പുരസ്കാരം വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ എല്ലാവരും പെട്ടെന്ന് പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ദയവീത് നിങ്ങൾക്കുള്ള നന്ദി പ്രകാശനം കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ വേദി വിടാൻ പാടുള്ളൂ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്. സാർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് BSSന്റെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയ ശ്രീകുമാർ അവറുകളും ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവറുകളും അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP വിനോദ് അവറുകളും ചേർന്ന് ആദരിച്ച് ആനയിക്കുകയാണ്. സമ്മേളനം ഉടൻ തുടങ്ങുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. സമ്മേളനം തുടങ്ങുകയാണ്.
ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഭാരത സമാജിന്റെ ദേശീയ ചെയർമാൻ ശ്രീനായ BS ബാലേന്ദ്രൻ സാറാണ്. ആദ്യമേ ഒരു ക്ഷമാപണം, ഇവിടെ എല്ലാവരും കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നറിയാം. ഭാരത സമാജിൻ്റെ തന്നെ വേറൊരു സ്ഥാപനമായ സദ്ഭാവന ട്രസ്റ്റ് എന്ന ഞങ്ങൾക്കൊരു പുസ്തക പ്രസിദ്ധീകരണ ശാലയുണ്ട്. ഇപ്പോൾ നിയമസഭയിൽ പുസ്തകോത്സവം നടക്കുകയാണ് 7-ാം തീയതി മുതൽ ഇന്ന് വരെ. അപ്പോൾ ഈ പുസ്തകത്തിന് ഞങ്ങളുടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ എത്താൻ ലേറ്റായത്. അതിൻ്റെ സമയം തന്നതിൽ വന്ന താമസം കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്താൻ താമസിച്ചത്. ആദ്യമേ അതിന് ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഭാരത സമാജിൻ്റെ ഭാരത് സേവക് ഉപഹാര സമർപ്പണ ചടങ്ങാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്ന പോലെ ഭാരത സമാജ് എല്ലാവർക്കും അറിവുള്ളതായിരിക്കും. പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി തുടങ്ങി വെച്ച ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ് ഭാരത് സമാജ്. ഭാരതത്തിലുടനീളം ധാരാളം പ്രവർത്തനങ്ങളുമായിട്ടാണ് ഭാരത് സമാജ് നിലകൊള്ളുന്നത്. ഏതെല്ലാം മേഖലയിൽ ഭാരത് സമാജ് കൈവച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കൈവെക്കാത്ത മേഖലകൾ ഏതൊക്കെയെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചോദ്യമായിട്ടുള്ളത്. തൊഴിൽ വിദ്യാഭ്യാസമായാലും അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയാലും മൈക്രോ ഫിനാൻസ് ആയാലും ഇൻകം ജനറേഷൻ പ്രോഗ്രാം ആയാലും വിമൻസ് വെൽഫെയർ ആയാലും ചൈൽഡ് എഡ്യൂക്കേഷൻ ആയാലും അങ്ങനെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആയാലും ഉന്നത വിദ്യാഭ്യാസമായി ഏത് തരത്തിലുള്ള പ്രോഗ്രാമും ഭാരത് സമാജ് ഏറ്റെടുത്ത് നടപ്പാക്കി വരികയാണ്. നമുക്ക് അറിയാവുന്നതാണ്, ഭാരത് സമാജിൻ്റെ ദേശീയ ചെയർമാൻ എന്ന് പറയുന്നത് BS ബാലേന്ദ്രൻ സാറാണ്. നേരത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ ഗുൽസാർലാൽ നന്ദയും വഹിച്ചിരുന്ന ആ സ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ പ്രിയങ്കരനായ BS ബാലേന്ദ്രൻ സാർ ചെയർമാനായി വന്നതോടുകൂടി സമൂലമായ മാറ്റമാണ് ഭാരത് സമാജിൻ്റെ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ളത്. ധാരാളം പ്രവർത്തനങ്ങളാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റുമായി സഹകരിച്ചാണെങ്കിലും സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചാണെങ്കിലും മറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടേഴ്സുമായി സഹകരിച്ചാണെങ്കിലും അങ്ങനെ ധാരാളം വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളാണ് ഭാരത് സമാജ് രാജ്യത്തുടനീളം കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ടെത്തിയ ഒരു പ്രോഗ്രാമാണ് ഈ ഭാരത് സേവക് ഉപഹാര സമർപ്പണം എന്നുള്ളത്. ഭാരത് ഉപഹാര സമർപ്പണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ധാരാളം വ്യക്തിത്വങ്ങൾ നിലവിലുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാവുകയാണ്. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ സേവനങ്ങൾ ചിലതൊക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ടാവാൻ, ചിലതൊന്നും അംഗീകരിക്കപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള എല്ലാവരെയും കണ്ടെത്തി ഇപ്പം നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലരുടെയും ബയോഡേറ്റയിൽ വരുമ്പോൾ നിങ്ങളൊക്കെ പല മേഖലകളിലും അംഗീകരിക്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ ദേശീയ തലത്തിലുള്ള ഒരു അംഗീകാരമാണ് നമ്മളിവിടെ ഭാരത് സമാജിൻ്റെ ഭാരത് സേവ ഉപഹാരമായി തരുന്നത്. ഇതൊരു നാഷണൽ ലെവൽ ആയിട്ടുള്ള അംഗീകാരമാണ്. അങ്ങനെ ഒരു അംഗീകാരം എത്ര പേർക്കുണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല. നാഷണൽ ലെവൽ നമ്മളെ ഓരോരുത്തരും അംഗീകരിക്കപ്പെടുകയാണ്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുന്നു എന്നുള്ളത് നമ്മളെ തന്നെ മനസ്സിലാക്കുകയും നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മൾ കൂടുതൽ കർമ്മധീരരായി മാറുകയും അതുപോലെ തന്നെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നമ്മളൊരു മാർഗദർശിയാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൽ കൂടെ ഭാരത് സമാജ് ലക്ഷ്യമിടുന്നത്. ഓരോ മാസവും 12-ാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത്. 12 അവധിയാണെങ്കിൽ 13-ാം തീയതി. 12 എന്നുള്ളത് നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഓഗസ്റ്റ് 12 ആയതുകൊണ്ടും അന്നെടുത്ത ഒരു തീരുമാനം എന്നുള്ള നിലയിലുമാണ് നമ്മൾ എല്ലാ മാസവും 12-ാം തീയതി കൃത്യമായി ഈ പരിപാടി നടത്തുന്നത്. ഇന്ന് ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ ഇതേപോലെ തന്നെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മേഖലയിലും ഇവിടെ എത്തിയിട്ടുള്ളവരെല്ലാം വ്യത്യസ്ത മേഖലയാണ്. ഇവരുടെ ബയോഡേറ്റ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തരുടെയും മേഖലകൾ വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ഓരോരുത്തരും അവരറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തന്നെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ വളരെയധികം മുതൽക്കൂട്ടാവുകയാണ്. എല്ലാ പരിപാടികളും നമുക്കറിയാം, സർക്കാരിനെ കൊണ്ട് മാത്രം തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്യാൻ പറ്റിയില്ല. അവരവരുടേതായ ഭാഗങ്ങൾ ഓരോരുത്തരും വളരെ ഭംഗിയായി നിർവഹിച്ചു വരികയാണ്.
അതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയിലാണ് ഈ ഭാരത് സേവക് ഉപഹാരം എല്ലാവർക്കും തരുന്നത്. അത് പിൻതലമുറയ്ക്ക് അതൊരു മുതൽക്കൂട്ടാകുകയും നിങ്ങൾ അവർക്കൊരു മാർഗദർശിയാകുകയും ചെയ്യും അതാത് സ്ഥലങ്ങളിൽ എന്നുള്ള അങ്ങേയറ്റത്തുള്ള ധാരണയും കൂടി ഭാരത് സേവക് സമാജിനുണ്ടാവും. ഇത് അവാർഡ് വാങ്ങിച്ചു പോകുമ്പോൾ അത് നിങ്ങളുടെ നാട്ടിൽ ആദരിപ്പിക്കപ്പെടുകയും പിൻതലമുറ അത് കണ്ട് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അവാർഡ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ രീതിയിൽ അവരും മുൻപോട്ട് വരികയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. നിങ്ങൾ എങ്ങനെയാണ് ആദരിക്കപ്പെടുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി, എന്തുകൊണ്ടാണ് നിങ്ങൾ ആദരിക്കപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടി ഭാരത് സേവക് സമാജിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ മാതൃകയിലുള്ള വെബ്സൈറ്റിൽ എല്ലാ വിവരങ്ങളും നിങ്ങളെപ്പറ്റി ഓരോരുത്തരെ പറ്റിയും കൊടുത്തിട്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആദരിക്കപ്പെടുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ കർമ്മ മേഖലകൾ, എന്തൊക്കെയാണ് രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇന്ന് 47 പേരാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓരോരുത്തരും പ്രത്യേക കർമ്മ മേഖലയിൽ നിന്നുള്ളവരാണ്. അവരെ ഓരോരുത്തരെയും പിന്നീട് സ്വാഗതം ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭാരത് സേവക് സമാജിനെ ഇത്രയും ഉന്നതിയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ടീം സ്പിരിറ്റും മോട്ടിവേഷനും ഐഡിയാസും. ഇത്രയും ഐഡിയാസ് നമുക്ക് വരുമ്പോൾ അതെങ്ങനെ പ്രാവർത്തികമാക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും തന്നെ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ യാതൊരു പ്രയാസവും കൂടാതെ ആ ഐഡിയകളെല്ലാം തന്നെ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് ഭാരത് സേവക് സമാജിനെ ദേശീയ തലത്തിൽ ഇത്രയും പ്രചാരത്തിലാക്കുകയും ഇത്രയുമായ ഉപകാര പരിപാടികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകണ്ഠൻ ഇവിടെയുണ്ട്. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് വിളിച്ച് ആണ് സ്വാഗതം ചെയ്യുന്നത്. പേരെടുത്ത് വിളിക്കുമ്പോൾ അവരെ ഇവിടെ ഒന്ന് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിൽക്കുക. ഓരോരുത്തരുടെയും ബയോഡാറ്റ ചെറിയ രീതിയിലാണെങ്കിലും വായിക്കും. കാര്യം എല്ലാവരുടെയും ധാരാളം ബയോഡാറ്റ എന്ന് പറയുമ്പോൾ ഭയങ്കര നീണ്ട ബയോഡാറ്റ എല്ലാവരുടെയും വന്നിട്ടുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻസും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ ധാരാളം നീണ്ട ബയോഡാറ്റയാണ്. പക്ഷെ എല്ലാം നമുക്കിവിടെ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എന്നുള്ളത് മാത്രമാണ് ഈ ബയോഡാറ്റയിൽ വായിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വിശദമായ ബയോഡാറ്റ നമ്മുടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ മാതൃകയിലുള്ള വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഒന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിൽക്കുക. ആദ്യമായി ഡോക്ടർ സെയ്ദ് റിഷാസ്. ഇദ്ദേഹം മൈനാഗപ്പള്ള സ്വദേശിയാണ്, ആയുർവേദ ഡോക്ടറാണ്. 54 വിവിധ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. മൈനാഗപ്പള്ളി പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മികച്ച ഡോക്ടറുടെ പുരസ്കാരം 29ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് ലഭിച്ചു. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകി. കോവിഡ് ഡ്യൂട്ടിക്കിടയിൽ രോഗികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി PP കിറ്റ് ഡാൻസ് കളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അതിന് ബെസ്റ്റ് ഡോക്ടർ ആദരവ് ലഭിച്ചിട്ടുണ്ട്. നിരവധി പാലിയേറ്റീവ് രോഗികളെ കിടപ്പിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. അയിരൂർ പഞ്ചായത്തിൻ്റെ ആദരവ്, മനുഷ്യാവകാശ സംഘടന കർമ്മശ്രേഷ്ഠ പുരസ്കാരം, ആതുര മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വിവിധ മഹത് വ്യക്തികളുടെ പേരിലുള്ള അവാർഡുകൾ എന്നിവ ഇദ്ദേഹം കരസ്ഥമാക്കി. നിലവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് കെയറിൽ ഡോക്ടറായി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സേവനം ചെയ്യുന്നു. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അടുത്തായി ശ്രീ മുജീബ് റഹ്മാൻ. പ്രൊഫസർ കലാമണ്ഡലം S ഗോപകുമാർ, തൃശൂർ ചെറുതുരുത്തി സ്വദേശി, കഥകളി ആചാര്യൻ. 1989 തെക്കൻ കളരി കഥകളി വേഷവിഭാഗം അധ്യാപകനായി കലാമണ്ഡലത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. 2010 പ്രൊഫസറായും വകുപ്പ് മേധാവിയായും നിയമിതനായി. തുടർന്ന് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി അക്കാദമിക് കോർഡിനേറ്ററും MG യൂണിവേഴ്സിറ്റിയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡീനായും പ്രവർത്തിച്ചു. കവി ONV കുറുപ്പിൻ്റെ അമ്മ എന്ന കവിത കലാമണ്ഡലത്തിന് വേണ്ടി മോഹിനിയാട്ട രൂപത്തിൽ ചിട്ടപ്പെടുത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് MG ശ്രീകുമാർ സംഗീതം ചെയ്ത ഗാനം 7 ക്ലാസിക്കൽ കലകളെയും ഒപ്പന, മാർഗംകളി എന്നിവയും ഉൾപ്പെടുത്തി നൃത്തശില്പ രൂപത്തിൽ ചിട്ടപ്പെടുത്തി. അതുപോലെ പ്രളയവുമായി ബന്ധപ്പെടുത്തി കലാമണ്ഡലത്തിന് വേണ്ടി നൃത്തശില്പം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി കേരള നടന ഇനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിനകത്തും വിദേശത്തുമായി നിരവധി ശിഷ്യസമ്പത്തുള്ള ഇദ്ദേഹത്തിന് കേരള കലാമണ്ഡലം വള്ളത്തോൾ സ്കോളർഷിപ്പ്, കലാമന്ദിർ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് രംഗശ്രീ പുരസ്കാരം, ഗുരു ഗോപിനാഥ് ട്രസ്റ്റ് പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫോറം ഓഫ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി, ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സിൻ്റെ സെക്രട്ടറി എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. കഥകളി എന്ന കലാരൂപത്തിന് കൊടുത്തുള്ള പ്രചരണം കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ NK നീലകണ്ഠൻ, തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം സ്വദേശി, മാധ്യമപ്രവർത്തകൻ, സാഹിത്യകാരൻ. 1978 ന്യൂഡൽഹിയിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ദേശീയ അന്തർദേശീയ സമ്മേളനങ്ങളിലും ചലച്ചിത്രമേളകളിലും PIBയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. 1983 ഡൽഹിയിൽ നടന്ന 101 രാജ്യങ്ങൾ പങ്കെടുത്ത ചേരിചേര ഉച്ചകോടിയിൽ ഇദ്ദേഹം നൽകിയ സംഭാവനകളെ വ്യക്തിപരമായി ഇന്ദിരാഗാന്ധി അഭിനന്ദിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന കോമൺവെൽത്ത് ഗവൺമെൻറ് തലവന്മാരുടെ സമ്മേളനത്തിലും ചുമതല വഹിച്ചു. രാജ്യത്ത് പോളിയോ തുടച്ചു നീക്കുന്നതിനായി പോളിയോ തുള്ളിമരുന്ന് നൽകുന്നതിനുള്ള വെല്ലുവിളി നിറഞ്ഞ പൾസ് പോളിയോ പരിപാടി രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത കോർ ടീമിൻ്റെ ഭാഗമായിരുന്നു. അശ്രാന്ത പരിശ്രമത്തിലൂടെ പോളിയോ തുടച്ചു നീക്കാൻ സാധിച്ചു. ഈ നേട്ടത്തിന് ലോകാരോഗ്യ സംഘടന സർട്ടിഫിക്കറ്റ് ഇന്ത്യക്ക് ലഭിക്കുകയുണ്ടായി. ദേശീയ മാനസികാരോഗ്യ നയം രൂപപ്പെടുത്തുക എന്നതായിരുന്നു പിന്നീട് നിർവഹിച്ച ദേശീയ പ്രാധാന്യമുള്ള മറ്റൊരു ശ്രദ്ധേയമായ ജോലി. ദേശീയ മാനസികാരോഗ്യ സംരക്ഷണ ബിൽ രൂപപ്പെടുത്തി. കോവിഡ് വ്യാപന കാലത്ത് പല മേഖലകളിൽ പ്രശസ്തരായ വിദഗ്ധരടങ്ങുന്ന ഒരു ഉപദേശക സമിതിയായ നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ഇമ്മ്യൂണൈസേഷൻ രൂപീകരിക്കാൻ ഇദ്ദേഹം മുൻകൈയെടുത്തു. സേവനങ്ങളുടെ മികവ് പരിഗണിച്ച് വിരമിച്ച ശേഷവും ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തുടർ നിയമനം നൽകി. തുടർന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് 2014 മുതൽ 2020 വരെ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ഓഫീസിൽ ജോലി ചെയ്തു. ഇതുകൂടാതെ പുസ്തക രചനയിലും പെയിൻറ്റിങ്ങിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇതുവരെ 100ഓളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ലേയേഴ്സ് ഓൺ ഇമോഷൻസ് എന്ന ആദ്യ പുസ്തകത്തിൽ 23 കഥകളാണ് അടങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തെ പുസ്തകം അൺനോൺ പവർ എന്ന പുസ്തകമാണ്. ഇന്ത്യയിലെ ഒട്ടനവധി ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയാണത്. മൂന്നാമത്തെ പുസ്തകം അഗ്രഹാരത്തിലെ കഥകൾ. 16 കഥകൾ അടങ്ങുന്നതാണ് ഈ പുസ്തകം. ഇദ്ദേഹത്തിന് പൊതുപ്രവർത്തന മേഖലയും അതുപോലെ മീഡിയയും ഈ 2 മേഖലകളിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ നിഷാന്ത് തോപ്പിൽ, ശ്രീ സുകേഷ് ആർ നിഷാന്ത് തോപ്പിൽ തൃശൂർ സ്വദേശിയാണ്. വാസ്തുഭാരതി വേദിക് റിസർച്ച് അക്കാദമിയുടെ സ്ഥാപകൻ. വാസ്തുശാസ്ത്രം, ജ്യോതിഷശാസ്ത്രം എന്നീ മേഖലകളിൽ വിപുലമായ വൈദഗ്ധ്യവും അനുഭവ സമ്പത്തുമുള്ള ഒരു ഇന്ത്യൻ വാസ്തു കൺസൾട്ടൻ്റാണ് ഇദ്ദേഹം. 15-ാം വയസ്സിൽ വാസ്തു കൺസൾട്ടൻ്റായി തൻ്റെ കരിയർ ആരംഭിച്ചു. 2002 ഡൽഹിയിലെ ഫെങ്ഷു ഇന്ത്യയിൽ നിന്ന് മാസ്റ്റർ ഇൻ ഫെങ്ഷു പദവി ലഭിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് വാസ്തുശാസ്ത്രി എന്ന പദവി നേടി. തിരുവനന്തപുരം രാജകുടുംബം റാണി ലക്ഷ്മിബായി തമ്പുരാട്ടി പട്ടുമളയും നൽകി ആദരിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വാസ്തുവിലും കോർപ്പറേറ്റ് വാസ്തുവിലും പ്രൊഫഷണൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും നിരന്തരമായി സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വാസ്തുശാസ്ത്രത്തിൻ്റെ അറിവുകൾ ആയിരക്കണക്കിന് ശിഷ്യർക്ക് പകർന്നു കൊടുക്കുന്നുമുണ്ട്. വാസ്തുശാസ്ത്ര മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുകേഷ് ആർ പിള്ള, തിരുവനന്തപുരം PTP നഗർ സ്വദേശി. 2 പതിറ്റാണ്ടുകാലം ടെലികോം മേഖലയിലെ ബഹുരാഷ്ട്ര കമ്പനികളായ റിലയൻസ്, മോട്ടറോള, എറിക്സൺ, വിപ്രോ, ഹുവായി, റിലയൻസ്, ജിയോ എന്നിടങ്ങളിൽ ജോലി ചെയ്തു. സ്പോർട്സിനോടുള്ള അളവറ്റ അഭിരുചി കാരണം 6 വർഷത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം 2016 ലവ് ഓൾ സ്പോർട്സ് എന്ന പേരിൽ സെൻറ്റർ ഓഫ് സ്പോർട്സ് എക്സലൻസ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. 100 കണക്കിന് കുട്ടികളിവിടെ ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ടേബിൾ ടെന്നീസ് എന്നിവയിൽ പരിശീലനം നടത്തുന്നു. അതുകൂടാതെ വായനയിലേക്ക് ജനങ്ങളെ തിരികെ കൊണ്ടുവരാനായി ബുക്സ് ആൻഡ് ബിയോണ്ട് എന്ന പേരിൽ പബ്ലിക് റീഡിംഗ് ലൈബ്രറി തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പരിസംഖ്യയില്ലാതെ ഇവിടെ ജനങ്ങൾക്കിരുന്ന് വായിക്കുവാൻ സാധിക്കും. അതുകൂടാതെ പാൻകാവ്, കോട്ടൂർ ആദിവാസ മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി 2023 ഗരുഡ കമ്മ്യൂണിറ്റി റീഡിംഗ് ലൈബ്രറി സ്ഥാപിച്ചു. ചെസ്, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. സാഹിത്യം, സംഗീതം, പ്രസംഗം എന്നീ മേഖലകളിലും ഇദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ട്. തിക്കുറിശ്ശി സിൽവർ ജൂബിലി സാഹിത്യ പുരസ്കാരം, ഡോക്ടർ BR അംബേദ്കർ സാഹിത്യശ്രീ ദേശീയ പുരസ്കാരം, കൊൽക്കത്ത ലിറ്റററി കാർണിവൽ അവാർഡ്, നവോത്ഥാന ശ്രേഷ്ഠ പുരസ്കാരം, ഓപ്പസ് ടാലന്റ് അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് മേഖലയിലെ അതുപോലെ തന്നെ സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ആനക്കുഴി മുഷാദ്, തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി, കൊല്ലം ജില്ലയിലെ പുനറൂർ മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ ഇൻസ്പെക്ടറാണ്. തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ കൂടുതൽ കാലം പ്രവർത്തിക്കുവാനും അവിടെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ
നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ അക്ഷീണം ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്നത് തൊഴിൽ നികുതി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇരിങ്ങാലക്കുടയിലും ആറ്റിങ്ങലിലും പുനലൂരും നഗരസഭകളിലും അതേപടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പുനലൂർ നഗരസഭയിൽ വാടക കുടിശ്ശിക പിരിക്കുന്നതിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ശ്രദ്ധ നേടിയിട്ടുണ്ട്. കുടിശ്ശിക നിവാരണത്തിലൂടെ 1 മാസം കൊണ്ട് കോടികളുടെ വരുമാനമാണ് നഗരസഭയ്ക്ക് നേടിക്കൊടുത്തത്. കൂടാതെ നഗരം ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞപ്പോൾ അതിലും ശക്തമായ ഇടപെടലുകൾ നടത്തി. നഗരം വളരെയേറെ സുന്ദരമാക്കി. ഇതിന് ധാരാളം ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും സധൈര്യം അത് നേരിട്ട് മുമ്പോട്ട് പോയി. നികുതി വരുമാനത്തിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും പിന്നിലായിരുന്ന പുനലൂരിനെ ഏറ്റവും മുന്നിലാക്കാൻ ഇദ്ദേഹം കഠിന പ്രയത്നം തന്നെ ചെയ്തു. സർവീസ് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം. ബ്യൂറോക്രസി രംഗത്തെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അഭിജിത്ത് എസ് ഗാണപത്യം, തിരുവല്ല പെരികിര സ്വദേശി, മാധ്യമപ്രവർത്തകൻ. ജന്മഭൂമി ദിനപത്രത്തിന്റെ സബ് എഡിറ്ററാണ്. 10 വർഷമായി മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യ വിഷൻ, കേരള ഭൂഷണം, വിഷൻ വേൾഡ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നായിരുന്നു തുടക്കം. അന്വേഷണാത്മക റിപ്പോർട്ടിംഗ്, രാഷ്ട്രീയ അവലോകനം, സാംസ്കാരിക വാർത്തകൾ അടക്കം നിരവധി റിപ്പോർട്ടിങ്ങുകൾ ജനശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ്. അവയവ മാഫിയകൾ, മരുന്ന് ലോബികൾ, ആശുപത്രി ഇടനിലക്കാർ തുടങ്ങിയ വിഷയങ്ങളിൽ പുറത്തുവന്ന പരമ്പരകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കേരള നാട്ടാന പരിശീലനം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ കോടതി ഇടപെടലുകൾക്കടക്കം വഴിത്തിരിവായി. ആനകൾക്ക് നേരെ നടക്കുന്ന ലേസർ ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം, നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ദുരുപയോഗം, പാരിസ്ഥിതിക ദുർബല മേഖലയിലെ കടന്നുകയറ്റം, വനം പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന നിർമ്മാണങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ പലതവണ പുറത്തു വന്നത് വലിയ വാർത്തയായിട്ടുണ്ട്. ഏറെ ശ്രദ്ധേയമായ ഇലന്തൂർ നരബലിയിലെ ഫോറൻസിക് റിപ്പോർട്ടുകൾ അന്വേഷണങ്ങൾ അടക്കം വഴിത്തിരിവായി. അക്ഷരമുറ്റം സർഗകലാവേദി, അഖില ഭാരത ഭാഗവത സത്രസമിതി, അയ്യപ്പ ധർമ്മ പ്രചാരകൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ജന്മഭൂമി പത്തനംതിട്ട എഡിഷണൽ സബ് എഡിറ്ററായി ജോലി ചെയ്യുന്നു. അയ്യപ്പൻ പാട്ട് കലാകാരൻ കൂടിയാണ്. അന്വേഷണാത്മക ജേർണലിസത്തിന്റെ ജേർണലിസ്റ്റിൽ കാണിച്ചിട്ടുള്ള മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാധാകൃഷ്ണൻ കെ, തൃശൂർ കടവല്ലൂർ സ്വദേശി. കഴിഞ്ഞ 30 വർഷമായി ഇലത്താളം ചേങ്കില നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. അച്ഛനും ഗുരുനാഥനുമായ ശ്രീ കുമാരനിൽ നിന്നാണ് ഈ നിർമ്മാണ രീതി ഹൃസ്തമാക്കിയത്. പൂർവികന്മാർ കർണാടകയിൽ നിന്നും കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിലെ ഓട്ടുകിണർ നിർമ്മിക്കാൻ വന്നവരാണ്. പിന്നീട് ഇവിടെ താമസമാക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇലത്താളം ഇന്നത്തെ രീതിയിൽ മാറ്റിയെടുത്തത്. നാളിതുവരെ ആയിരക്കണക്കിന് ഇലത്താളം നിർമ്മിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി കടവല്ലൂർ ക്ഷേത്രത്തിലെ ആദരവ്, സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡോക്ടർ BR അംബേദ്കർ രത്നസേവാ സമ്മാൻ തുടങ്ങി ധാരാളം ആദരവുകളിൽ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കടവല്ലൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ PTA പ്രസിഡന്റ്, കടവല്ലൂർ അന്യോന്യം വേദപഠന പരിഷത്ത് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. വാദ്യോപകരണ നിർമ്മാണ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പൂജ ആന്റണി, ശ്രീമതി പൂജ ആന്റണി. ശ്രീയാണല്ലേ. ശ്രീ പൂജ ആന്റണി, തൊടുപുഴ കരിമണ്ണൂർ സ്വദേശി, നാടക സിനിമ അഭിനേതാവ്. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കോളേജ് നാടകങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷത്തിലേറെ കേരളത്തിലും വിദേശത്തുമായി സാംസ്കാരിക പ്രവർത്തനം നടത്തിവരുന്നു. നാടക അഭിനയത്തിലും സംവിധാനത്തിലും പുറമെ തന്മാത്ര, കൽക്കട്ട ന്യൂസ്, ഫോർ ദ പീപ്പിൾ, ഡിസംബർ, ഏകാന്തം, റോബിൻഹുഡ്, വാണ്ടഡ് തുടങ്ങി 15ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ഡിസംബർ എന്ന സിനിമ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. നാടക, സിനിമ, സീരിയൽ നിർമ്മാണ രംഗത്ത് സജീവമായിരുന്നു. പാതാളം ബമ്പർ എന്ന സീരിയലിൽ നിർമ്മിക്കുകയും സംവിധാനവും അഭിനയം എന്നിവയും നിർവഹിച്ചു. അതിനകത്ത് വിദേശത്തും സ്വദേശത്തുമായി കലാപ്രവർത്തന രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്കമാലി പൂജ നാടക സമിതി, തൃപ്പൂണിത്തുറ പൂജ സൗണ്ട് ഡിജിറ്റൽ സ്റ്റുഡിയോ, ന്യൂയോർക്ക് പൂജ സാംസ്കാരിക വേദി എന്നീ കലാസംഘടനകളും ഇദ്ദേഹം നടത്തിവരുന്നു. കലാരംഗത്തെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കുഞ്ഞപ്പൻ KV, കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി, സാംസ്കാരിക പ്രവർത്തകൻ, പ്രഭാഷകൻ, സാഹിത്യകാരൻ. കഥാസമാഹാരവും കവിതാ സമാഹാരങ്ങളുമായി 6ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. കഥ, കവിത കൂട്ടായ്മ പുസ്തകങ്ങളിൽ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൂന്താനം, മഹാകവി കുമാരനാശാൻ, മഹാകവി ഉള്ളൂർ എന്നിവരുടെ കാവ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കുറേ വർഷങ്ങളായി രാമായണ പാരായണം നടത്തി വരുന്നു.
കൈരളി പ്രതിമാസ കവിയരങ്ങ് എന്ന ഗ്രൂപ്പിൽ നൂറുകണക്കിന് കവിതകൾക്ക് അവലോകനങ്ങൾ എഴുതിയിട്ടുണ്ട്. ധാരാളം കവിതകൾ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ഇതിനു പുറമെ ഗാനങ്ങൾ, കീർത്തനങ്ങൾ എന്നിവയും രചിച്ചിട്ടുണ്ട്. അനേകം ഹിന്ദി കവിതകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി. 15ഓളം ഗ്രന്ഥങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പല സംഘടനകളെയും കൂടെ ചേർന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആർട്സ് ക്ലബ്ബുകൾ, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. മഹാകവി എസ് രമേശൻ നായർ ട്രസ്റ്റിന്റെ കീർത്തിമുദ്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 20 വർഷത്തോളം സർക്കാർ സ്കൂളിൽ ഹിന്ദി അധ്യാപകനായി ജോലി ചെയ്തു. വിവിധ കലാസാഹിത്യ മത്സരങ്ങളിൽ വിധികർത്താവായി തുടരുന്നു. വർഷങ്ങളായി കവിയരങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. സാഹിത്യമേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സിമ്മി റോസ്ബൽ ജോൺ, എറണാകുളം സ്വദേശി, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായിരുന്നു. വിവിധ ഇന്റർ മിനിസ്റ്റീരിയൽ ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷനുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് വഹിച്ചിട്ടുണ്ട്. നിരവധി ഇൻട്രാ ഓർഗനൈസേഷണൽ ഫംഗ്ഷനിങ് കമ്മിറ്റികളുടെ അധ്യക്ഷ, വിവിധ സർക്കാർ വകുപ്പുകൾക്ക് വേണ്ടിയുള്ള അംഗീകൃത അച്ചടക്ക നടപടികൾ, യൂണിയൻ ഓഫ് ഇന്ത്യയിലെ ആദ്യത്തെ PSC ഓഫീസ് പ്രവർത്തനക്ഷമമാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് യൂണിറ്റ് സെക്രട്ടറിയും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, സെനറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 9 വർഷക്കാലം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. 62,000 പേരെ പ്രതിനിധീകരിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ എറണാകുളം ജില്ലാ കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും പ്രത്യേക ക്ഷണിതാവും, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗം, കേരള നിയമസഭ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്തെ UDF-നെ പ്രതിനിധീകരിച്ച് മത്സരിച്ചു. അഖിലേന്ത്യാ ഗോവയുടെയും ലക്ഷദ്വീപിന്റെയും ചുമതലയുള്ള അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി. അഖില കേരളം ബാലജന സഖ്യം റീജിയണൽ സെക്രട്ടറി, മലയാള മനോരമ ബാലജന സംഘം റീജിയണൽ യൂണിയൻ പ്രസിഡന്റ്, യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഗ്രേറ്റർ കൊച്ചിൻ ചാപ്റ്റർ പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം ഡയറക്ടർ എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. കർമ്മശ്രേഷ്ഠ, റോയൽ നോട്ടറി, കൈരളി TV അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തന മേഖലയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സിന്ധു പുഴക്കൽ കാവിനമണ്ണിൽ, മലപ്പുറം അരിയല്ലൂർ സ്വദേശി, അന്താരാഷ്ട്ര ഫ്രോഡ് എക്സാമിനേഷൻ, കംപ്ലയൻസ് എത്തിക്സ് മേഖലയിൽ 20 വർഷത്തോളം അനുഭവ സമ്പത്ത്. ഈ 20 വർഷത്തിൽ 10 വർഷം US ആർമി കോൺട്രാക്ടറായിട്ടാണ് ജോലി ചെയ്തത്. US-ലെ ആർമി, നേവി, അതുപോലെ ഗവൺമെന്റ് എൻറ്റിറ്റി, NGO, 42 രാജ്യങ്ങളിലെ വിവിധ കമ്പനികൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ ഏരിയയിൽ മൂന്നാംകിട രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ ലേബറായി കൊണ്ടുവന്ന് ആർമിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. അവരെല്ലാം പല ക്യാമ്പുകളിലായി താമസിപ്പിച്ച് ആർമിക്കാർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, അവരുടെ മറ്റു ജോലികൾ എല്ലാമാണ് ചെയ്യിപ്പിച്ചു വന്നിരുന്നത്. ഇതിൽ 90% പേരും ഇന്ത്യയിൽ നിന്നും, ബാക്കി ശ്രീലങ്ക, നേപ്പാൾ, ഫിലിപ്പൈൻസ്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. ഈ ലേബർമാരെ മനുഷ്യരാണെന്ന പരിഗണനയില്ലാതെ വളരെ മോശമായ രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാതെ, ചികിത്സ കൊടുക്കാതെ, അവരുടെ വീട്ടിൽ വിളിക്കാൻ അനുവദിക്കാതെ അവരെ അടിച്ചും തൊഴിച്ചും അടിമകളാക്കി വെച്ചിരുന്നു. അതിനെതിരെ പോരാടിയിട്ടും ഇന്ത്യ ഗവൺമെന്റ് തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും നീതി ലഭിച്ചില്ല. തുടർന്ന് US ഗവൺമെന്റ് വന്ന അടിമ കച്ചവടം നടത്തുന്നു എന്ന ഒരു ആർട്ടിക്കിൾ എഴുതി. ഇത് കണ്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വിളിപ്പിക്കുകയും 2012 ഇത് അംഗീകരിക്കുകയും അത് നിയമത്തിൽ എഴുതി ചേർക്കുകയും ചെയ്തു. 7 വർഷത്തെ കഠിന പ്രയത്നത്തിന് പകരമായി US ഗവൺമെന്റ് ഹീറോവൻ നോമിനേഷൻ അഡോപ്റ്റ് 3-ൽ ഒരു അംഗമായി എടുത്തു. ഇപ്പോഴും അഡ്വൈസിനായി സമീപിക്കാറുണ്ട്. തൊഴിൽ ചൂഷണത്തിന് ഇരയാകുന്നത് തടയുന്നതിന് വേണ്ടി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ പരമാവധി പരിഷ്കാരങ്ങൾക്ക് വഴി തെളിച്ചു. ഒബാമയുടെ ഭരണകാലത്ത് 2012 സെപ്റ്റംബർ 20-ന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഭേദഗതി വരുത്തുന്നതിലേക്ക് നയിച്ചു. ഈ സമർപ്പിത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നുള്ള പ്രമുഖ ഹീറോ അവാർഡിന് നാമനിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇൻച്ച്കേപ്പ് ഷിപ്പിംഗ് സർവീസ് എന്ന സ്ഥാപനത്തിലെ ഗ്ലോബൽ കംപ്ലയൻസ് മേധാവി എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ അന്തർദേശീയ പ്രവർത്തനങ്ങളിലുടനീളം മാറ്റങ്ങളെ സൃഷ്ടിക്കുന്ന കംപ്ലയൻസ് തന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നു. നീതിയോടുള്ള പ്രതിബദ്ധത, എതിർക്കൽ, അഖണ്ഡത, കൂടാതെ കംപ്ലയൻസ് സുതാര്യമാക്കുക എന്നതാണ് പ്രധാന പ്രവർത്തന മേഖല. ഇതിനെല്ലാം പുറമെ നല്ലൊരു ക്ലാസിക്കൽ നർത്തകിയാണ്. 3 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീമതി ശ്രീജ സുരേഷ്, എറണാകുളം മലയാറ്റൂർ സ്വദേശിനി. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി കേരളത്തിനകത്തും പുറത്തുമായി സുപ്രസിദ്ധ ഗായകരെ ഉൾപ്പെടുത്തി ഗാനമേളയും മെഗാ ഷോയും സംഘടിപ്പിക്കുന്ന കൊച്ചിൻ ഗോൾഡൻ ബീറ്റ്സ് എന്ന ഗാനമേള ട്രൂപ്പിന്റെ ഉടമയും സംഘാടകയുമാണ്. 3000-ൽ പരം വേദികളിലും സിനിമകളിലും ഗാനമേള രംഗങ്ങളിലും ഗോൾഡൻ ബീറ്റ്സിന് ഇടം ലഭിച്ചിട്ടുണ്ട്. 30ഓളം വരുന്ന കലാകാരന്മാരെയും ഓർക്കസ്ട്ര, സൗണ്ട് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരെയും നയിക്കുകയും സമിതിയെ ആത്മവിശ്വാസത്തോടെയും അച്ചടക്കത്തോടെയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. തൃശൂർ ജില്ലയിൽ ന്യൂ ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് ക്ലബ് ഫിറ്റ്നസ് സെന്ററിന്റെ ട്രെയിനർ കൂടിയാണ്. കൊടുങ്ങല്ലൂരിലെ വിവേകാനന്ദ കേന്ദ്രത്തിലെ യോഗ ട്രെയിനറായും പ്രവർത്തിച്ചു വരുന്നു. നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചു. LSWAK ഏർപ്പെടുത്തിയ പുരസ്കാരം, സ്ത്രീ ശാക്തീകരണത്തിന് ഏർപ്പെടുത്തിയ SNDPയുടെ ഏർപ്പെടുത്തിയ പുരസ്കാരം, കൊടുങ്ങല്ലൂർ മേഖലയിലെ കലാസാഹിത്യ രംഗത്തെ മികവിനുള്ള അവാർഡ്, തൃശൂർ ജില്ലയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ KSന്റെ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രജനി പ്രവീൺ, കോഴിക്കോട് ഫറൂഖ് സ്വദേശി, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ എന്നിവയിലെ A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ഫറൂഖിൽ സബരിയ കലാക്ഷേത്ര എന്ന സ്ഥാപനം സ്ഥാപിച്ചിട്ടുണ്ട്. കോഴിക്കോടും മലപ്പുറത്തുമായി ഇതിൻ്റെ നിരവധി ബ്രാഞ്ചുകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഓൺലൈനായി ക്ലാസുകൾ നടത്തുന്നു. സംഗീത് ശിഷ പുരസ്കാരം, KP ഉമ്മർ പുരസ്കാരം, MS ബാബുരാജ് പുരസ്കാരം, കലാ കൈരളി അവാർഡ്, ഇന്ത്യ ട്രൂത്ത് വിമൻസ് എക്സലൻസ് അവാർഡ്, അക്ഷര പുരസ്കാരം, സംഗീത വിദൂഷി പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾ മുതൽ പ്രായമായവരെ വരെ സംഗീതം പഠിപ്പിക്കുന്നു. സബരിയ കലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും സൗജന്യമായി പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ചാലക്കര പുരുഷു, പോണ്ടിച്ചേരി മാഹി സ്വദേശി, ചിത്രകല, സാഹിത്യം, സംസ്കാരം, മാധ്യമപ്രവർത്തനം, പ്രഭാഷണം, നിരൂപണം, വീഡിയോ ഫോട്ടോഗ്രാഫി, 4 കാലങ്ങളിലെ സ്ഥിരം എഴുത്തുകാരൻ. നിലവിൽ കേരള കൗമുദി ദിനപത്രത്തിലെ തലശ്ശേരി ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടറാണ്. PK ഉസ്മാൻ മാസ്റ്ററുടെ ജീവചരിത്രം, മറക്കുവതെങ്ങനെ എന്ന ലേഖന സമാഹാരം, ഇനിയും പുഴയൊഴുകും എന്ന ലേഖനം, പാതിരാ സൂര്യന്റെ ശോണിമ എന്ന ചരിത്ര നിരൂപണം, ഗുരുവും മയ്യഴിയും എന്ന ചരിത്രം എന്നീ പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ പല പുസ്തകങ്ങളുടെയും എഡിറ്ററാണ്. മാഹി ജനശബ്ദം സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയുടെ പ്രസിഡന്റ്, PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം, ഫ്രറ്റേണിറ്റി മെമ്പർ, മലയാള കലാഗ്രാമം എഡിറ്റോറിയൽ ബോർഡ് അംഗം, നേതി ദ്വൈമാസിക പത്രാധിപ സമിതി അംഗം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. പുതുച്ചേരി സർക്കാരിന്റെ കലൈമാമണി അവാർഡ്, പത്രാധിപർ അവാർഡ്, സംസ്കാര ജ്യോതി അവാർഡ്, ഖത്തർ കരാത്തെ അസോസിയേഷൻ മീഡിയ അവാർഡ്, മുദ്രപത്രം മീഡിയ അവാർഡ്, പെർഫോമിംഗ് ആർട്സ് അവാർഡ്, വാഗ്ഭടാനന്ദ ഗുരു അവാർഡ്, PP അപ്പു മാസ്റ്റർ അവാർഡ്, നടരാജ ഗുരു അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രഭാകരൻ TK, പാലക്കാട് ആനക്കര സ്വദേശി, കളമെഴുത്ത് കലാകാരൻ. 40 വർഷമായി ഈ തൊഴിൽ ചെയ്യുന്നു. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അനുഷ്ഠാന കലയെ നിലനിർത്താനും അതിൻ്റെ മഹത്വത്തെ തലമുറയ്ക്ക് പകരുവാനും പൊതുവേദികളിലും സ്കൂൾ കോളേജ് വിഭാഗങ്ങളിലും ശില്പശാല സംഘടിപ്പിച്ച് ഈ കലയെ ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ വള്ളുവനാട്ടിലും മലബാറിലും ഏറനാട്ടിലുമുള്ള നിരവധി ക്ഷേത്രങ്ങളിലും കൂടാതെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഈ കലയെ എത്തിച്ചിട്ടുണ്ട്. നിരവധി ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. കളമെഴുത്ത് മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്ത് തന്നെയാണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഭാസുര P, മലപ്പുറം എടപ്പാൾ ആനച്ചൽ സ്വദേശി, കഥാപ്രസംഗിക. 40 വർഷത്തിലധികമായി കഥാപ്രസംഗ രംഗത്ത് നിൽക്കുന്നു. ഏകദേശം 1 ലക്ഷത്തോളം വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. കഥാപ്രസംഗത്തിന് പുറമെ ടെലിഫിലിം, നാടകം എന്നീ രംഗങ്ങളിലും ഉണ്ടായിരുന്നു. കേരളത്തിന് പുറമെ ബോംബെ, നാസിക്, ബാംഗ്ലൂർ, ധർമ്മസ്ഥൽ എന്നിവിടങ്ങളിലും കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. ധർമ്മസ്ഥലത്ത് കഥ പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിന്റെ മുദ്രയുള്ള പതക്കം ലഭിച്ചിട്ടുണ്ട്. പ്രധാന കഥകൾ അശ്വതി, കർണൻ, ശ്രീ അയ്യപ്പൻ, അഹല്യാമോഷം, കത്തുന്ന കണ്ണുകൾ, മുത്തുകുട, സിസ്റ്റർ അൽഫോൻസ എന്നിവയാണ്.
വേറെയും നിരവധി കഥകൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര ഉത്സവങ്ങൾ, നവരാത്രി, ശിവരാത്രി എന്നീ സമയങ്ങളിലും ധാരാളം കഥകൾ പറഞ്ഞിട്ടുണ്ട്. എടപ്പാൾ നാടകാരങ്ങിൻ്റെ ആദരം, വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരം തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കഥാപ്രസംഗ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ലിഷ രാഘവൻ. കണ്ണൂർ തലശ്ശേരി സ്വദേശി, കലാകൈരളി സ്കൂൾ ഓഫ് ആർട്സ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. 1993 മുതൽ 2000 വരെ പൂക്കാട് കലാലയത്തിൽ നിരവധി വേദികളിൽ നൃത്തസംഗീത നാടകമായ ബാലയിൽ സജീവമായിരുന്നു. 1994 മുതൽ നൃത്ത അധ്യാപികയായി പ്രവർത്തിക്കുന്നു. കലോത്സവങ്ങളിൽ വീഡികർത്താവായി പ്രവർത്തിക്കുന്നു. ധാരാളം കുട്ടികൾക്ക് നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പഠിക്കുവാൻ സാഹചര്യമില്ലാത്ത കുട്ടികൾക്കും 22ഓളം അമ്മമാർക്കും ഫീസൊന്നും കൈപ്പറ്റാതെ ഡാൻസ് പഠിപ്പിക്കുകയും അവരെ നിരവധി വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. പോണ്ടിച്ചേരി ഫെസ്റ്റ്, കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി സർക്കാരിൻ്റെ ധാരാളം പരിപാടികൾ പലതും പ്രതിഫലം വാങ്ങാതെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ധാരാളം കുട്ടികളെ കലോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ചു. JC ഡാനിയൽ പുരസ്കാരം ഉൾപ്പെടെ ധാരാളം അഭിനന്ദനങ്ങളും ആദരവുകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തലശ്ശേരി സേക്രഡ് ഹാർട്ട് സ്കൂളിൽ 16 വർഷമായി ഡാൻസ് ടീച്ചറായി സേവനമനുഷ്ഠിക്കുന്നു. നൃത്തമേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ AK ആനന്ദ്, കൊല്ലം സ്വദേശി, സിനിമ, സീരിയൽ, നാടക അഭിനേതാവ്. 34 വർഷക്കാലമായി നാടകം, സീരിയൽ, സിനിമ മേഖലയിൽ നടനായും നാടക സംവിധായകനുമായി പ്രവർത്തിക്കുന്നു. ഇതുവരെ 80-ൽ പരം സീരിയലുകളിലും തമിഴ് സിനിമ ഉൾപ്പെടെ 13ഓളം സിനിമകളിലും അഭിനയിച്ചു. ബഹുമുഖ പ്രതിഭ പുരസ്കാരം, KCBC അവാർഡ്, കൊല്ലം ഫാൻസ് അവാർഡ്, ബാലൻ K നായർ അവാർഡ്, കലാഭവൻ മണി പുരസ്കാരം, ഏറ്റവും മികച്ച വില്ലൻ, കേരളശ്രീ പുരസ്കാരം ഉൾപ്പെടെ 96-ൽ പരം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലമായി തിരുവനന്തപുരത്ത് അക്ഷയശ്രീ എന്ന നാടക കമ്പനി നടത്തിവരുന്നു. 2010 മുതൽ 15 വരെ കൊല്ലം ജില്ലയിലെ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായി സാന്ത്വനം ഗ്രൂപ്പ് നടത്തുന്നു. ബഡ് സ്കൂൾ നടത്തിവരുന്നു. അംഗവൈകല്യം എന്ന കുട്ടികളെ സംരക്ഷിക്കുന്നു. വൃക്കരോഗികളെ സഹായിക്കുന്നു. മിനി മെമ്മോറിയൽ എന്ന പേരിൽ സംഘടന വഴി ബ്ലഡ് ഡൊണേഷനും ചെയ്യാറുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രാജശ്രീ J, പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി, യോഗ പരിശീലക. സംസ്ഥാന റഫറി ഓഫ് യോഗ അസോസിയേഷൻ ഓഫ് കേരള, യോഗാസന ഭാരത്, സംസ്ഥാന ജഡ്ജ്, നാഷണൽ ആയുഷ് മിഷൻ യോഗ ഇൻസ്ട്രക്ടർ, സ്കോൾ കേരള യോഗ ഇൻസ്റ്റിറ്റ്യൂഷൻ പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിലെ സ്ഥാനങ്ങൾ വഹിച്ചു വരുന്നു. നിരവധി സ്കൂളുകളിലും കോളേജുകളിലും യോഗ പഠിപ്പിക്കുകയും ഗ്രാമപഞ്ചായത്ത് സ്കീമുകളായ പെൻഷനേഴ്സ് അസോസിയേഷൻ, വയോജനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയ്ക്കായി യോഗ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ചെയ്തു വരുന്നു. 2024 ജനുവരി 20 ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ആയുഷ് മന്ത്രാലയത്തിൻ്റെ പ്രത്യേക ക്ഷണിതാവായിരുന്നു. നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. യോഗ ഒരു ജീവിതചര്യ ആക്കി മാറ്റുന്നതിനും ജീവിത ഉപാധിയാക്കി മാറ്റുന്നതിനുള്ള പ്രചോദനം നൽകി വരുന്നു. യോഗ പരിശീലക എന്ന നിലയിൽ നടത്തിയിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രാജാമണി P, കണ്ണൂർ ഏഴിലോട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തക. വീട്ടു ചെലവിന് മാറ്റിവെക്കുന്ന തുകയിൽ നിന്ന് 10% തുക മാറ്റിവെച്ചാണ് സാമൂഹ്യ സേവനം നടത്തുന്നത്. ഭിന്നശേഷിക്കാരായവരെ പുറം ലോകം കാണിക്കുക, എഴുത്തും വായനയും പഠിപ്പിക്കുക, വീട്ടിൽ വെച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുക, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, സോപ്പ് പൊടികൾ, സോപ്പ് എന്നിവ നിർമ്മിക്കാനുള്ള പരിശീലനം കൊടുക്കുക, അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റുകൊടുക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നു. ജനമൈത്രി പോലീസിൻ്റെ സഹായത്തോടെ 42 വീൽ ചെയർ, വാട്ടർ ബെഡ്, കുഷൻ, വാക്കിംഗ് സ്റ്റിക്ക്, അരക്കെട്ട് മുതൽ പാദം വരെയുള്ള ഷൂസ്, ബാത്റൂമിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, വിവാഹ വസ്ത്രങ്ങൾ, സ്വയം തൊഴിൽ തുടങ്ങാനുള്ള സഹായങ്ങൾ, അസുഖക്കാർക്ക് മരുന്ന് എന്നിവയും ഭിന്നശേഷിക്കാർക്കായി നൽകിയിട്ടുണ്ട്. അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾക്കും ഭിന്നശേഷിക്കാർക്കും ഭക്ഷണം, വസ്ത്രം എന്നിവ നൽകുകയും ചെയ്തു വരുന്നു. പുസ്തകം വിറ്റ് കിട്ടിയ തുക മുഴുവൻ ക്യാൻസർ ബാധിതയായ കരുവള്ളൂർ സ്വദേശിക്ക് നൽകിയാണ് ഉണ്ടായത്. വീൽ ചെയറിലുള്ള ഒരാളിനെയും കാഴ്ചപരിമിതിയുള്ള 2 പേരെയും കൊണ്ട് താജ്മഹൽ, ചെങ്കോട്ട, കുത്തമ്പ് മിനാർ, രാജ്ഘട്ട്, ലോട്ടസ് ടെമ്പിൾ
ഇന്ത്യ ഗേറ്റ്, ഇന്ദിരാഗാന്ധി സ്മൃതി സ്ഥലം എന്നിവ കാണാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ വീൽ ചെയറിലുള്ള 12 പേരെ കൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ദേവി ക്ഷേത്രം, മൂകാംബിക ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം എന്നിവിടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായി ധാരാളം കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി കാത്തിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ചിറക്കൽ രാജു SR, തിരുവനന്തപുരം സ്വദേശി, അഭിനേതാവ്, സംവിധായകൻ, നിർമ്മാതാവ്. നാട്ടിലുള്ള സംഘടനകൾക്കായി നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ദൂരദർശന്റെ തുടക്കകാലങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ടെലിഫിലിമുകളും വീട്ടുകാര്യം പ്ലസ് നാട്ടുകാര്യം = വഴിയാധാരം എന്ന പരമ്പരയും നിർമ്മിച്ചിട്ടുണ്ട്. സംഗീത പരിപാടികളിൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ചില ടെലി സിനിമകളിലും ആലി മന്ത്രൻ, നിഴലുകൾ, നക്ഷത്രങ്ങൾ, നീലക്കുയിൽ, കസ്തൂരിമാൻ അങ്ങനെ ധാരാളം സീരിയലുകളിലും, കൗമുദി ടിവിയിലെ മഹാഗുരു, സി കേരളം ചാനലിലെ കയ്യെത്തും ദൂരത്ത് തുടങ്ങി നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജലാംശം, സഞ്ചാരം, 1/2 എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ജോലി സംബന്ധമായി കുവൈറ്റിലായപ്പോൾ അവിടുത്തെ നിരവധി സംഘടനകൾക്ക് വേണ്ടി നിരവധി നാടകങ്ങൾ അവതരിപ്പിച്ചു. മത്സരം, കുഞ്ചൻ നമ്പ്യാർ, പെരുന്തച്ചൻ തുടങ്ങിയ ടെലി ഡ്രാമകളും സംവിധാനം ചെയ്തു. ജയ്ഹിന്ദ് ടിവിയിലും ജീവൻ ടിവിയിലും സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഇവ കുവൈറ്റ് ജീവിതത്തിന് ശേഷവും 14 വർഷത്തോളം നാടകം അവതരിപ്പിക്കാൻ സ്ഥിരമായി കുവൈറ്റിലേക്ക് പോകുമായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി കുവൈറ്റിന്റെ മത്സരത്തിൽ ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൽ 400-ലധികം എപ്പിസോഡുകളിലും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മ കൽപ്പന എന്ന സീരിയലിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അഭിനയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി കാത്തിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുജേന്ദ്ര ഘോഷ് P, കോഴിക്കോട് പള്ളിക്കര സ്വദേശി, കവി, പ്രഭാഷകൻ, അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ. ധാരാളം കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 30 കവിതകൾ അടങ്ങിയ വേടരെ നീയൊരു രക്തസാക്ഷി എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 20 വർഷമായി കോഴിക്കോട് എയ്ഡഡ് UP സ്കൂൾ അധ്യാപകനായി പ്രവർത്തിക്കുന്നു. അധ്യാപക സംഘടനയായ KSDA നടത്തിയ ജില്ലാ സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ ഹിന്ദി പ്രസംഗത്തിൽ 1ാം സ്ഥാനവും ഹിന്ദി ഉപന്യാസത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. ജന അഭയാൻ സേവാ ട്രസ്റ്റിന്റെ മഹാകവി കുമാരനാശാൻ മെമ്മോറിയൽ പുരസ്കാരം, തെക്കൻ സ്റ്റാർസ് മീഡിയ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഹിന്ദി പ്രചാരക്, ഹിന്ദി അധ്യാപക റിസോഴ്സ് ഗ്രൂപ്പ് അംഗം എന്നീ ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നു. കലാ സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി കാത്തിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അജിത് കുമാർ, കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമായി പലവിധ ജോലികൾ ചെയ്തു. കൈത്തൊഴിലുകൾ ഏറെ പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകനായും ചിത്രകാരനായും കവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ കവിതകൾ എഴുതി തുടങ്ങി. നവമാധ്യമങ്ങളിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അക്ഷരദീപ മാസികയിൽ എഡിറ്റോറിയൽ ബോർഡ് അംഗമായും കൂട്ടായ്മയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരങ്ങളിലും ഒട്ടേറെ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. ദുർധനരായ രോഗികൾക്ക് വേണ്ടി സഹൃദയരായ ജനങ്ങളിലൂടെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നതിനും സാമ്പത്തികമായി വിഷമതകൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി സ്വന്തമായും സ്പോൺസർമാർ വഴിയും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ്. അംഗപരിമിതിയുള്ളവർക്ക് വേണ്ടി വീൽ ചെയർ ശരിയാക്കി കൊടുക്കുന്ന പ്രവൃത്തിയിലും വ്യാപൃതനാണ്. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഗോപകുമാർ B, തിരുവനന്തപുരം പേരൂർക്കുള സ്വദേശി, അഭിനേതാവ്, ചാരിറ്റി പ്രവർത്തകൻ, റിട്ടയർഡ് SI ആണ് ഇദ്ദേഹം. അഭിനയ രംഗത്ത് 40 വർഷത്തെ പരിചയം. മമ്മൂട്ടി നായകനായ സിനിമ മുതൽ 40ഓളം സിനിമകളിലും മഹാഗുരു, ഭാവന, പാർവതി തുടങ്ങി 200ഓളം സീരിയലുകളിലും 25ഓളം ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2024 പുറത്തിറങ്ങിയ കാഴ്ച എന്ന ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു. ഇതുകൂടാതെ ഒരു ചാരിറ്റി പ്രവർത്തകൻ കൂടിയാണ്. അക്ഷരദീപം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. അഭിനയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വർഗീസ് പോൾ, കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശി, രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം. പെന്തക്കോസ് സമൂഹത്തിൽ നിർണായക സ്വാധീനമുള്ള യുവതലമുറയുടെ ഐക്യത്തിനായി പ്രവർത്തിക്കുന്നു. കൊല്ലം, പാലക്കാട്, തിരുവനന്തപുരം, മാവേലിക്കര, എറണാകുളം, തൃശൂർ, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു.
പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഡോക്ടർ അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡ് 2017 ലഭിച്ചു. ഡോക്ടർ അംബേദ്കർ ഡിസ്ട്രിബ്യൂഷൻ സർവീസ് ദേശീയ പുരസ്കാരം, കർമ്മ ഷീർഷ പുരസ്കാരം, APJ അബ്ദുൽ കലാം നാഷണൽ അവാർഡ് 2024 ബെസ്റ്റ് സോഷ്യൽ വർക്കർ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലാ വൈസ് പ്രസിഡന്റ്, ജനതാദൾ കൊല്ലം ജില്ലാ കമ്മിറ്റി, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ, ഓർഫൻസ് ട്രാവൽ ടൂറിസം സർവീസ് സംസ്ഥാന രക്ഷാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മേലത്തിൽ ബാലൻ, ചെങ്ങന്നൂർ സ്വദേശി, യോഗ ട്രെയിനറായി 2014 മുതൽ പ്രവർത്തിച്ചു വരുന്നു. 100 കണക്കിന് പേർക്ക് സൗജന്യ യോഗ പരിശീലനം നൽകിയിട്ടുണ്ട്. നിരവധി കേന്ദ്രങ്ങളിലും സൗജന്യ യോഗ ക്ലാസുകൾ നടത്തുന്നു. ലൈവായും ഓൺലൈനായും ക്ലാസുകളിലൂടെ നടത്തുന്ന യോഗ പരിശീലനത്തിലൂടെ ധാരാളം ശിഷ്യഗണങ്ങൾ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. യോഗയുടെ പ്രചരണാർത്ഥം ഇതുവരെ നടത്തിയ പ്രചരണത്തെ അധികരിച്ച് നിരവധി പുരസ്കാരങ്ങൾ പല സംഘടനകളും നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള മാറാടി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പതഞ്ജലി യോഗ ട്രെയിനിങ് റിസർച്ച് സെന്ററിന്റെ മേഖലാ പ്രസിഡന്റായും ആരോഗ്യഭാരതിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. യോഗ പരിശീലന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി വസന്ത എസ് പിള്ളൈ, തിരുവനന്തപുരം പേയാട് സ്വദേശി, കഥാകൃത്ത്, നോവലിസ്റ്റ്, കവയത്രി. 40 കഥകൾ, 17 കവിതകൾ, 1 നോവൽ, ആത്മീയ പ്രചോദനങ്ങളായ രചനകൾ, മുത്തശ്ശി കഥകൾ തുടങ്ങി ധാരാളം രചനകൾ നടത്തുന്നു. ധാരാളം കഥകൾ ആകാശവാണി വിവിധ പങ്ക്തികളിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. രാമായണ മാസം തുടങ്ങുമ്പോൾ രാമായണത്തിലെ ഓരോ കാണ്ഡത്തിലെയും ഇടയ്ക്കുള്ള വരികളും അതിനർത്ഥവും അതിലടങ്ങിയിരിക്കുന്ന തത്വവും ഒക്കെ ഫേസ്ബുക്കിൽ തുടർച്ചയായി എഴുതിയിരുന്നു. അതുപോലെ സ്വന്തം ചിന്തകളിലൂടെ ആത്മാവ്, ജീവൻ, ശരീരം, മനസ്സ്, ബുദ്ധി, മരണം എന്നീ വിഷയങ്ങളെപ്പറ്റി എഴുതാറുണ്ട്. 15ഓളം മുത്തശ്ശി കഥകൾ എഴുതിയിട്ടുണ്ട്. എയിംസ് എന്ന സാംസ്കാരിക സംഘടന ഒരു ശിശിരകാല പ്രണയം, ശിവഗംഗ സംഗമം എന്നീ കഥാസമാഹാരങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രധാന നവമാധ്യമങ്ങളിൽ രചനകൾ നടത്തുന്നു. ഗ്രന്ഥശാല പുരസ്കാരം, KVMS പുരസ്കാരം, കേരള തനിമ മാഗസിൻ പുരസ്കാരം, റെസിഡൻസ് പുരസ്കാരം തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അഞ്ജു AS, തിരുവനന്തപുരം ധനുവച്ചപുരം സ്വദേശി, ഗൗരി നടന കലാക്ഷേത്ര എന്ന സംഗീത നൃത്ത സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. കഴിഞ്ഞ 26 വർഷമായി നൃത്തരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. 3 വയസ്സ് മുതൽ നൃത്ത പഠനം ആരംഭിച്ചതാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, തിരുവാതിര, വീണ എന്നിവയിൽ പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്. കലോത്സവങ്ങളിൽ നിരവധി തവണ കലാതിലക പട്ടം നേടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ്, സൂര്യ, അമൃത TV തുടങ്ങിയവയിലെ റിയാലിറ്റി ഷോകളിൽ കോറിയോഗ്രാഫറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ചാരിറ്റബിൾ സൊസൈറ്റി, അമ്മ ചാരിറ്റബിൾ സൊസൈറ്റി എന്നീ സംഘടനകളുമായി സഹകരിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അമ്മമാർക്കുമുള്ള സൗജന്യ കലാപഠന ക്ലാസുകൾ, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്കായി സൗജന്യ നൃത്ത പഠന ക്ലാസുകൾ എന്നിവ നടത്തിവരുന്നു. പരിസ്ഥിതി അവബോധം ഉണ്ടാക്കുന്നതിനായി ബന്ധപ്പെട്ട് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നു. കേരള സർക്കാരിന്റെ ഫെലോഷിപ്പ്, ചാരുലയ നാട്യ പുരസ്കാരം, നാട്യവേദ പുരസ്കാരം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ജൂനിയർ, സബ് ജൂനിയർ ആൻഡ് മാസ്റ്റേഴ്സ് മെൻ ആൻഡ് വുമൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ്, ട്രിവാൻഡ്രം പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയവയുടെ പ്രോഗ്രാം കോർഡിനേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. അഖില കേരള ബാലജനസഖ്യ മേഖലാ കാര്യവാഹി, ജില്ലാ പ്രസിഡന്റ്, അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ ജില്ലാ ഭാരവാഹി, നാദം ഓർഗനൈസേഷൻ കോർഡിനേറ്റർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അഖിൽ KT ഇല്ല, കലാമണ്ഡലം നയന നാരായണൻ, മലപ്പുറം ഇടപ്പാൾ സ്വദേശി, നർത്തകി. പൊന്നാനി മുനിസിപ്പാലിറ്റി ടൂറിസം വാരാഘോഷം, ജീവൻ TVയിൽ പെണ്ണുരിയാട്ടം, കുച്ചിപ്പുടി എന്നിവ അവതരിപ്പിച്ചു. ക്ഷേത്ര സ്പേസ് ഫോർ ആർട്സ് എന്ന സ്ഥാപനം നടത്തി വരുന്നു. US, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് ഓൺലൈനായി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. യുവജനോത്സവത്തിന് വേണ്ടി നിർദ്ധനരായ കുട്ടികൾക്ക് ഫീസ് ഒന്നും തന്നെ ഇല്ലാതെ സബ് ജില്ലാ കലോത്സവം വരെ അവരെ പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂൾ കലോത്സവം, സബ് ജില്ലാ കലോത്സവങ്ങൾക്ക് വിധികർത്താവായി പോകുന്നു. നിലവിൽ വള്ളത്തോൾ വിദ്യാപീഠത്തിലെ അധ്യാപിക കൂടിയാണ്. നിരവധി വേദികളിൽ പെണ്ണുരിയാട്ടം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയവ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അടുത്ത ശ്രീ അഖിൽ കെ ടി എത്തിയിട്ടില്ല. അദ്ദേഹം പകരം ആരാ? ബ്രദറാണ്. ശ്രീ അഖിൽ കെ ടി, അദ്ദേഹത്തിൻ്റെ ബ്രദർ അരുണാണ് എത്തിയിട്ടുള്ളത്. അഖിൽ പാലക്കാട് കുമ്പിടി സ്വദേശിയാണ്. പാരമ്പര്യ കളമെഴുത്ത് കലാകാരനാണ്. 22 വർഷമായി ഈ കുലത്തൊഴിൽ ചെയ്തു പോരുന്നു. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും ഈ കല അവതരിപ്പിച്ചിട്ടുണ്ട്. വള്ളുവനാട്, മലബാർ, ഏറനാട്, തിരുവിതാംകൂർ ഇവിടങ്ങളെല്ലാം എല്ലാ വർഷവും കളമെഴുത്ത് പാട്ട് നടത്തിക്കൊണ്ടുവരുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലയെ നിലനിർത്താൻ വേണ്ടി പൊതുവേദികളിലും സ്കൂൾ തലങ്ങളിലും അനുഷ്ഠാനത്തിൽ നിന്നും വിഭിന്നമായി ചിത്രമെഴുത്ത് രീതിയിൽ താന്ത്രിക ചടങ്ങുകൾ മാറ്റി നിർത്തി ജനകീയമാക്കി ഈ കലയെ നിലനിർത്താൻ ശ്രമിക്കുന്നു. പത്രമാധ്യമങ്ങളിലും ഈ തൊഴിലിനെ കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. അയ്യപ്പൻ വിളക്ക് പുരസ്കാരം, തിരുമാന്താംകുന്ന് ക്ഷേത്ര പുരസ്കാരം, വരാഹമൂർത്തി ക്ഷേത്ര പുരസ്കാരം, വേല പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കളമെഴുത്ത് എന്ന കലയെ ജനകീയമാക്കുന്നതിൽ എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബേബി സുരേഷ് പാലക്കാട് ചേർപ്പുളശ്ശേരി സ്വദേശി, കവയത്രി, കഥാകൃത്ത്, ലേഖിക, ഓർമ്മക്കുറിപ്പുകൾ എഴുതുന്നു, നിരൂപണം എന്നിവ എഴുതുന്നുണ്ട്. 30ഓളം നവമാധ്യമങ്ങളിൽ രചനകൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഗാനം രചിച്ചിട്ടുണ്ട്. ആൽബം സോങ്ങുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഓൺലൈൻ മാഗസിനുകളിലും മാസികകളിലും എഴുതുന്നുണ്ട്. എൻ്റെ മയിൽപ്പീലി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലക്കി വൈറ്റ് ആൻഡ് പബ്ലിക്കേഷൻ്റെ പെൻ സ്റ്റാർ അവാർഡ്, അക്കിത്തം ദേശീയ സംഘടനാ സാഹിത്യ പുരസ്കാരം, കർമ്മശ്രേഷ്ഠ പുരസ്കാരം, അക്ഷരശ്രേഷ്ഠ പുരസ്കാരം, ഫ്രീഡം 50 അയ്യപ്പണിക്കർ സ്മാരക പുരസ്കാരം തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മ്യൂസിക് അക്കാദമിയിൽ അഡ്മിൻ സ്റ്റാഫായി ജോലി ചെയ്യുന്നു. അക്ഷര കേരള മഹാകവി അക്കിത്തം സ്മാരക മാതൃഭാഷ സാഹിത്യ ദേശീയ സംഘടനയുടെ അഡ്മിൻ കൂടിയാണ്. സർഗ കേരളി സാഹിത്യകലാ കൂട്ടായ്മ ഗവൺമെൻറ് അംഗീകൃത സംഘടനയുടെ പ്ലാനിംഗ് ആൻഡ് PR ആയിട്ടും പ്രവർത്തിച്ചു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രഞ്ജിനി RS, ശ്രീ രഞ്ജിനി എന്ന് വായിച്ച്, തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശി, പഠനത്തോടൊപ്പം പ്രൊഫഷണൽ നാടക മേഖലയിലും 2 വർഷം അഭിനയിക്കുകയുണ്ടായി. തുടർന്ന് കാവാല നാരായണ പെൺകർ സമിതിയിൽ പ്രവർത്തിച്ചു. സ്കൂൾ സബ് ജില്ലാ തലങ്ങളിൽ വിധികർത്താവായി പോകുന്നുണ്ട്. 4 വർഷത്തോളം അബുദാബിയിൽ നവരസ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൃത്ത അധ്യാപികയായി പ്രവർത്തിച്ചു. അബുദാബിയിൽ നിരവധി സ്റ്റേജുകളിൽ കേരള നടനം അവതരിപ്പിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി നൃത്തരൂപങ്ങൾക്ക് നൃത്ത സംവിധാനം ചെയ്തു. ഗുരുവായൂർ, മൂകാംബിക, തിരുവാരൂർ, തെങ്കാശി, പെരിയകോവിൽ എന്നീ ക്ഷേത്രങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. രാമാനുതാപം എന്ന നൃത്തശില്പത്തിൽ നായകനായ രാമന്റെ വേഷം അവതരിപ്പിച്ച് അംഗീകാരം നേടി. നിലവിൽ അലിഗഡ് മംഗൽയാതൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. അതോടൊപ്പം വള്ളത്തോൾ വിദ്യാപീഠത്തിന്റെ മോഹിനിയാട്ടം ഡിപ്ലോമ കോഴ്സും ചെയ്തു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബിന്ദു VS, കൊടുങ്ങല്ലൂർ സ്വദേശി, നൃത്തം, അഭിനയം, ഡ്രോയിങ്, മ്യൂസിക്, ഒഡീസി, യോഗ, സാമ്പ, വീണ എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. 2 സിനിമയിലും നിരവധി ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടത്തിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി സ്ഥാപിച്ചിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയിലെ കലാതിലകമായിരുന്നു. ബെസ്റ്റ് പേഴ്സണാലിറ്റി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് സാംസ്കാരിക പ്രവർത്തക അവാർഡും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ MIC സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനറായിട്ട് പ്രവർത്തിക്കുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുശാന്ത് കക്കട്ടിൽ, കോഴിക്കോട്ട് കക്കട്ടിൽ സ്വദേശി, ചിത്രരചന, പെൻസിൽ ഡ്രോയിങ്, ഡ്രസ്സിംഗ് ആൻഡ് മേക്കപ്പ് എന്നീ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ കാലങ്ങളിൽ സബ് ജില്ലാ മത്സരങ്ങളിൽ സ്റ്റിൽ മോഡലിംഗിൽ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നിരവധി ക്ലബ്ബുകളുടെ പ്രോഗ്രാമുകളിൽ പെൻസിൽ ഡ്രോയിങ്, ചിത്രരചനാ മത്സരങ്ങളിൽ മത്സരിക്കുകയും അവാർഡുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോയ വർഷത്തിലെയും 2025 വർഷത്തിലെയും നല്ല പങ്ക് കുട്ടികൾക്കും ഡ്രസ്സിംഗ് ആൻഡ് മേക്കപ്പ് ഇദ്ദേഹമാണ് ചെയ്തത്. 5 GCC രാജ്യങ്ങളിലും കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്ന കൈരളി ചങ്ക് ഡ്രൈവേഴ്സ് അസോസിയേഷൻ
കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ വടകര ലെന ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ ഡ്രസ്സിംഗ് ആൻഡ് മേക്കപ്പ് മാനായി പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ കേരള സ്കൂൾ തല മത്സരങ്ങളിൽ 14 ജില്ലകളിലും മികച്ച ഡ്രസ്സിംഗ് മേക്കപ്പ് മാനായി വർക്ക് ചെയ്യുന്നു. സ്റ്റേറ്റ് മാപ്പിളകല ട്രെയിനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം. മേക്കപ്പ് കലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി LK ലതാദേവി, തിരുവനന്തപുരം പള്ളിക്കൽ സ്വദേശി, അധ്യാപിക, കവയിത്രി. ഈ പുഴയോരത്തെ മാമ്പഴം മഴ എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഏണസ് ക്ലബ്, നവകൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് KSSPA കിളിമാനൂർ സംഘടന എന്നിവയുടെ ആദരവ് ലഭിച്ചിട്ടുണ്ട്. ആദ്യ കവിതാ സമാഹാരമായ ഋതുസംക്രമ പക്ഷി പ്രസിദ്ധീകരിച്ചു. മുൻനിര മാധ്യമങ്ങളിൽ ധാരാളം കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 32 വർഷം അധ്യാപികയായിരുന്നു. തുടർന്ന് 2020 പ്രഥമ അധ്യാപികയായി വിരമിച്ചു. അധ്യാപക രംഗത്തെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മിസ് അഞ്ജന PM, ആലപ്പുഴ പുന്നപ്ര സ്വദേശി, കവയിത്രി. നിലാവിന്റെ ജാലകം എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. കവിതാ സമാഹാരത്തിലെ പൂക്കാലം എന്ന കവിതയ്ക്കും പഠിപ്പിന്റെ മികവിനുമായി അദ്വൈത പ്രജാസഭയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പുസ്തകം കണിക്കൊന്ന എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട കവിതയ്ക്ക് 1ാം സ്ഥാനവും, ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച കവിതാ രചന മത്സരത്തിൽ 1ാം സ്ഥാനവും, ഉപന്യാസ മത്സരത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചു. വർണ്ണക്കൂട്ടം ബാലവേദി, വായന പക്ഷാചാരണ ബാലവേദി കലോത്സവം, ഓണനിലവ് സംഘടിപ്പിച്ച മത്സരം, ചിക്കൂസ് കളിയരങ്ങ് നടത്തിയ മത്സരം, പുന്നപ്ര വയലാർ വാരാചരണ മത്സരം, പുന്നപ്ര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തോടനുബന്ധിച്ചുള്ള മത്സരം എന്നിവയിലെല്ലാം തന്നെ 1ാം സ്ഥാനമാണ് നേടിയിട്ടുള്ളത്. ഇതുകൂടാതെ കഥാരചനയിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. പാലാ നാരായണൻ നായർ പുരസ്കാരം, NN കക്കാട് പുരസ്കാരം തുടങ്ങിയ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രിയദർശൻ, തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി, സിനിമാറ്റോഗ്രാഫർ, ക്യാമറാമാൻ. 18 വർഷമായി സിനിമാറ്റോഗ്രാഫറായി പ്രവർത്തിക്കുന്നു. സൂര്യയിൽ വന്ന ഹായ് റോബോ, ആനന്ദരാഗം, സാഗരം സാക്ഷി, തിങ്കൾ കലമാൻ, സുന്ദരി, സഹയാത്രിക, സ്വയംവരപ്പന്തൽ, ഏഷ്യാനെറ്റിൽ വന്ന സാന്ത്വനം, കുടുംബവിളക്ക്, മഴവിൽ മനോരമയിൽ വന്ന ഇന്ദിര, എന്ന് സ്വന്തം കൂട്ടുകാരി, ഭാഗ്യജാതകം, രാക്കുയിൽ, അമ്മുവിൻ്റെ അമ്മ, പൊന്നമ്പള്ളി, മണിമുത്ത്, കേരളത്തിൽ വന്ന കാർത്തിക ദീപം, ഫ്ലവേഴ്സ് ചാനലിൽ വന്ന കുങ്കുമം ചെപ്പ്, കൈരളിയിൽ വന്ന കഥ അറിയാതെ എന്നീ സീരിയലുകൾക്കെല്ലാം ക്യാമറാമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബിന്ദു ലേഖ, തിരുവനന്തപുരം ആര്യനാട് സ്വദേശി, സ്വയം സംരംഭക. ആര്യനാട് പഞ്ചായത്തിലെ മികച്ച സംരംഭകയാണ്. എല്ലാവിധ കറിപ്പൊടികളും കെമിക്കൽ ചേർക്കാതെ കഴുകി വൃത്തിയാക്കി ഉണ്ടാക്കുന്നു. എല്ലാത്തരം അച്ചാറുകളും അതുപോലെ സുഗന്ധ വ്യഞ്ജനപ്പൊടികൾ, ചായ മസാല, മുളപ്പിച്ച റാഗി തുടങ്ങി ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വിപണികളിൽ കൂടി കച്ചവടം നടത്തുകയും ചെയ്യുന്നു. അച്ചാറുകൾ തന്നെ ഓമം, കരിഞ്ജീരകം, ബ്ലാക്ക് സോൾട്ട് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അസിഡിറ്റി എന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. നിലവിൽ മിത്ര നികേതനിൽ പഠിച്ച 30 പേർ ചേർന്ന് ആനേറ വേൾഡ് മാർക്കറ്റിൽ ഷോപ്പ് തുടങ്ങി. എല്ലാവിധ നാടൻ ഓർഗാനിക് പച്ചക്കറികളും വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പ്രോഡക്ട്സും അവിടെ വിൽക്കുന്നു. 6 പേർക്ക് ജോലി നൽകിയിട്ടുണ്ട്. ആര്യനാട് കൃഷിഭവന്റെ മികച്ച വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സാറാസ് മേളകൾക്ക് 3 തവണ കേരളത്തിന് പുറത്ത് സെലക്ഷൻ കിട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ ജയ്പൂരിൽ നടന്ന സാറാസ് മേളയിൽ 3 പേരിൽ ഒരാളായി സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. സ്വയം സംരംഭക എന്ന നിലയിൽ കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ BS അനിൽകുമാർ, കിളിമാനൂർ സ്വദേശി, ജീവകാരുണ്യ പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ. ക്യാൻസർ രോഗികളായ 4 യുവതികൾക്ക് 5 ലക്ഷത്തോളം രൂപ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് സമാഹരിച്ച് നൽകിയിട്ടുണ്ട്. അപകടത്തിൽ മരണമടഞ്ഞ യുവാവിന്റെ കുടുംബത്തിന് 53,000 രൂപ സമാഹരിച്ച് നൽകിയിട്ടുണ്ട്. പനപ്പംകുന്ന് B&B മെമ്മോറിയൽ സ്കൂളിന്റെ സ്ഥാപകനും ഓണറി മാനേജറും കൂടിയാണ്. മനുഷ്യാവകാശ സംഘടനയെ ജനകീയ കൾച്ചറൽ ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. A ഗ്രേഡ് ലൈബ്രറിയായ പനപ്പാങ്കുന്ന് ജനതാ വായനശാലയുടെ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം. ഗാന്ധി ദർശൻ സമിതി വർക്കല നിയോജക മണ്ഡലം സെക്രട്ടറി, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ്,
NSS ചിറയൻകീഴ് താലൂക്ക് യൂണിയൻ പ്രതിനിധി, ഇലഞ്ഞിക്കൽ കുടുംബയോഗം സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. KSRTCയിൽ കണ്ടക്ടറായിട്ടാണ് ഔദ്യോഗിക ജീവിതം നയിക്കുന്നത്. ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കൂടി തന്നെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് വിവിധ മേഖലകളിലുള്ളവർക്ക് വേണ്ടി ചെയ്തു വരുന്നത്. ജീവകാരുണ്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ദീപ്തി ആർ പിള്ള, ചെങ്ങന്നൂർ സ്വദേശിനി, 10 വർഷമായി യോഗ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഹോമിയോ ആയുഷ് യോഗ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു വരുന്നു. അതോടൊപ്പം രാവിലെയും വൈകുന്നേരവും നിരവധി പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ജോലിയുടെ ഭാഗമായി എല്ലാ വാർഡുകളിലും നിരവധി യോഗ ക്ലബ്ബുകൾ സംഘടിപ്പിച്ച് ക്ലാസ്സുകൾ എല്ലാവർക്കും നൽകി വരുന്നു. യോഗ പ്രചാരകയും യോഗ പരിശീലകയുമാണ്. യോഗ പരിശീലന രംഗത്തെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മുജീബ് റഹ്മാൻ, തൃശൂർ കടവല്ലൂർ സ്വദേശി, മാധ്യമ പ്രവർത്തകൻ, ചലച്ചിത്ര നടൻ, സീബ്ര മീഡിയ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയുടെ ഉടമ, ശ്രീ സീബ്ര വെഞ്ചർ മാനേജിംഗ് ഡയറക്ടർ, അംബേദ്കർ സേവ സ്റ്റേറ്റ് പ്രസിഡന്റ്, കേരള ആം റൈസിംഗ് അസോസിയേഷൻ ചെയർമാൻ, ചാരിറ്റി പ്രവർത്തകൻ, വിനോദ നിർമ്മാണ, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, മീഡിയ, എനർജി സൊല്യൂഷൻ എന്നിവയിൽ വ്യാപിച്ചു കിടക്കുന്ന നിരവധി കമ്പനികൾ ഏറ്റെടുത്ത് നടത്തുന്നു. പ്രാഥമികമായി മലയാള സിനിമ ബിസിനസ്സിലാണ് പ്രവർത്തിക്കുന്നത്. ആനന്ദ കല്യാണം എന്ന മോളിവുഡ് ചിത്രത്തിലൂടെയാണ് നിർമ്മാണ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. വെൽക്കം ടു പാച്ചിമല, കാളാചേകവൻ, ആനന്ദ കല്യാണം, ഉപ്പയോടാണിഷ്ടം, അഗതി മന്ദിരം തുടങ്ങിയ മലയാള സിനിമകളിലും തമിഴ് കന്നഡ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സീബ്ര വെഞ്ചേഴ്സ് സൗരോർജ്ജ വ്യവസായത്തിലും വിപണിയിലും കൂടി പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ സീബ്ര ബിൽഡേഴ്സ് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നു. സീബ്ര പ്ലാന്റേഷൻ കൊമേഴ്സ്യൽ, സീബ്ര ഗാർമെന്റ്സ് എന്നിവയും നടത്തുന്നു. ഇന്ത്യ, UK, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. നിർധനരായ രോഗികൾക്ക് സഹായം എത്തിക്കുന്നതിനോടൊപ്പം അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും നൽകി വരുന്നു. ലഹരിക്കെതിരെ പ്രവർത്തിച്ചതിന് കേരള സ്റ്റേറ്റ് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിൽ നിന്ന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അംബേദ്കർ സേന പുരസ്കാരം, ആം റൈസിംഗ് പുരസ്കാരം, ഫിലിം ഫെഡറേഷൻ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വ്യവസായ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ അവരുടെ പേര് കൂടെ വിളിക്കാം, അല്ലെങ്കിൽ തനിക്കാണ്.